ചേലക്കര നാട്ടിൻചിറയിൽ HP-യുടെ പുതിയ സംരംഭമായ PV പെട്രോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചേലക്കര നാട്ടിൻചിറ തങ്ങൾപടിയിൽ HP-യുടെ പുതിയ സംരംഭമായ PV പെട്രോ പാർക്ക് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചിരകാല സ്വപ്നങ്ങൾ ഇവിടെ പൂവണിയില്ല. പ്രിയപ്പെട്ട കെ രാധാകൃഷ്ണൻ സാറിന്റെ മനോഹരമായ ശ്രീ ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പെട്രോൾ പാർക്ക് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ തുടക്കമാണ് ഇന്ന് കുറിക്കുന്നത്. ആദ്യമായി തന്നെ PV പെട്രോൾ പാർക്കിന് എല്ലാവിധത്തിലുള്ള നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടും സമ്മതത്തോടും കൂടി ഈ പെട്രോൾ പാർക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് ഞാൻ ആദ്യമേ അറിയിക്കും. എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗം നടത്തേണ്ട ആവശ്യം. ഇവിടെ നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോഴും അധ്യക്ഷയുമെല്ലാം പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങൾ ഓടിക്കാൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ വെള്ളം കുടിക്കുന്ന പോലെ വാഹനത്തിനും ഭക്ഷണവും വെള്ളവും വേണം. അപ്പോൾ പെട്രോളാണ് അല്ലെങ്കിൽ ഡീസലാണ് വാഹനത്തിന് ആവശ്യം. അപ്പം അത് പല സ്ഥലത്തും കിട്ടാതെ വലഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ചില ഉൾപ്രദേശങ്ങളിൽ പോകുമ്പോൾ നേരത്തേക്ക് പെട്രോൾ പോയി കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ വാഹനങ്ങൾ ഉന്തി നടക്കണമായിരുന്നു പണ്ട്. അങ്ങനെ ഒരുപാട് ഉന്തിയാണ് റോഡിലെത്തുക, അല്ലെങ്കിൽ പെട്രോൾ പമ്പിലെത്തുക. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലവരായ ആളുകൾ പോകുമ്പോൾ പെട്രോൾ ഊറ്റിയെടുത്തിട്ട് അതിലൊഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുക. അപ്പോൾ ആ സ്ഥിതിയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. വാഹനങ്ങൾ പെരുകി. അപ്പോൾ ആ പെരുകിയ വാഹനങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പെട്രോളും ഡീസലും കിട്ടുക, അത് നമ്മുടെ പരിസരത്ത് തന്നെ കിട്ടാനുള്ള സൗകര്യം ഉണ്ടാകുക. ആ അർത്ഥത്തിലാണ് നമ്മുടെ ഈ PV പെട്രോൾ പാർക്ക് ഇവിടെ ആരംഭിക്കുന്നത്. ഏറ്റവും സൗകര്യപ്രദമായിട്ട് ആളുകൾക്ക് അവരുടെ വാഹനങ്ങളിൽ പെട്രോൾ അടിക്കാനും ഡീസൽ അടിക്കാനും കഴിയുമാറാകട്ടെ എന്നും ഈ സ്ഥാപനത്തിന് എല്ലാ തരത്തിലുള്ള വളർച്ചയും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷയായ ചടങ്ങിൽ ഇപ്പോഴും നാട്യഞ്ചിറ ഈ ഭാഗത്ത് കൂടെ പോകുന്നുണ്ടെങ്കിലും ഈ ഭാഗം നമ്മൾ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ എത്ര പെട്ടെന്നാണ് വികസനം എന്നുള്ളത് നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എങ്ങനെ തുടങ്ങും, അതല്ലെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഈ സംരംഭം എന്ന് പറയുന്നത് ഉണ്ണീഷ്ണേട്ടന് അവിടെ ഗൾഫിലുള്ള സമയത്ത് തന്നെ അവർ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ജോലിയുമായിട്ടുള്ള സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതെങ്ങനെ തുടങ്ങണമെന്നോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, നമ്മൾ ചെയ്ത പരിപാടി തന്നെ തുടങ്ങുമ്പോൾ അത് അവർക്കൊരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ട് ഇല്ലാതെ തുടങ്ങാനും കഴിയും. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്ന് 2, 3, 4 ഒക്കെ വണ്ടിയുള്ള വീടുകളാണ് ഓരോ വീടുകളും. അപ്പോൾ ഒരു സ്ഥലത്തിന് ഏറ്റവും വേണ്ടത് തന്നെയാണ് നമ്മുടെ പെട്രോളാണെങ്കിൽ മറ്റുള്ള ഇതൊക്കെ തന്നെ. അപ്പോൾ ഏറ്റവും നല്ല ഒരു സംരംഭമാണ്. ഇപ്പോൾ രാധേട്ടൻ പറയുമായിരുന്നു, ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രസിഡൻറ്റിൻ്റെ അവസാനത്തെ പരിപാടിയാവുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതാണ് ചിരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ സമയത്ത് തന്നെ HP ഏരിയ സെയിൽസ് മാനേജർ മുഹമ്മദ് ജംഷാദ് T, ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, ചേലക്കര 4ാം വാർഡ് മെമ്പർ അഷ്റഫ്, വിനോദ് TK തങ്ങൾപടി, മുഹമ്മദ് ഷാഫി തങ്ങൾ MA എന്നിവർ സംസാരിച്ചു. എന്തായാലും ഇന്ന് തന്നെ ഈ കർമ്മം നടത്താൻ കഴിഞ്ഞു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മളൊക്കെ തന്നെ കരുതിയിരുന്നത്
കുത്തക മുതലാളിമാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയൂ എന്ന കാഴ്ചപ്പാടായിരുന്നു നാളിതുവരെ നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ചെറുപ്പം മുതൽ അറിയാവുന്ന ആളുകളാണ് ഉണ്ണികൃഷ്ണനും സുദേവനും ശശിയും എല്ലാം എന്നതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ നടത്തിയ കഠിനാധ്വാനം വഴി ഇത്തരത്തിൽ ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അതിനാവശ്യമായ സമീപനം തന്നെയാണ് ഭരണസമിതിയും എടുത്തത് എന്നത് വളരെ സന്തോഷപൂർവ്വം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ നമുക്ക് കഴിയും. 2023 ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് നമ്മുടെ കേരളത്തിൽ ആകമാനെ നമ്മൾ 480 ഔട്ട്ലെറ്റുകളുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ വിളിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ ഒരു പ്രദേശത്ത് നമുക്ക് പമ്പുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് റിലീസ് ചെയ്തതിൻ്റെ ഭാഗമായി ഉണ്ണിയേട്ടൻ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നു. ഉണ്ണിയേട്ടൻ്റെ സഹകരണത്തോടു കൂടി ഉണ്ണിയേട്ടൻ അപേക്ഷ സമർപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പമ്പ് ഇവിടെ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടും ഈ ഒരു പ്രദേശത്ത് നമുക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു പമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കും ഒരു ഡെസ്പറേറ്റ്ലി നമുക്ക് ഇവിടെ ഒരു പമ്പിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു. അതിൻ്റെ ആക്ച്വലി ഈ ഒരു പ്രദേശത്ത് നമുക്ക് ഇങ്ങനെ ഒരു പമ്പ് കിട്ടിയതിൽ അതിയായൊരു സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പമ്പുകൾ ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത് വരുന്ന പമ്പ് ആറ്റൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവല്ലാമലയിലായിരുന്നു HPCLയുടെ ഒരു പമ്പ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഈ ഒരു ലൊക്കേഷൻ കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അതുപോലെ ഈ ഉദ്ഘാടന വേളയിലും അതുപോലെ ഇനി അങ്ങോട്ടും ഈ പമ്പിന് എന്നെ സംബന്ധിച്ച് ഈ വളരെ സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണെന്ന്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു സ്ഥാപനം വരുന്നത് എനിക്കും കൂടി ഒരു അഡ്രസ്സായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതിലുപരി നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരാൾക്കെങ്കിലും ഒരു തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ്. ഒരു സംരംഭകൻ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അദ്ദേഹം നേരത്തെ ഇവിടെ എലിശ്ശേരി വിശ്വനാഥേട്ടൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അധ്വാനിച്ച ആ സമ്പാദ്യം കൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിലൊരു വലിയ നന്മ കൂടി അദ്ദേഹത്തിൻ്റെ ഉത്തരോത്തരമായ വളർച്ച എന്നതിനേക്കാൾ ഉപരി ഈ നാട്ടിലെ കുറച്ചെങ്കിലും ആളുകൾക്ക് ഒരു തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. തുടക്കം കുറിച്ചതും തുടക്കം കുറിച്ചുകൊണ്ടേയിരിക്കുന്നതും അദ്ദേഹത്തിനെ കുറിച്ച് കുറേ പറഞ്ഞതുകൊണ്ട് വാചാരടിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. കാരണം വലിയൊരു സംരംഭമാണ് അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ആ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ നാട്ടിൽ കൈവരിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങളെ കൊണ്ട് 10 കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കാനും ആ ജോലി മുഖേന അവരുടേതായിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കിട്ടാനും നമ്മുടെ ഉണ്ണിയേട്ടൻ കാരണമായി നിമിത്തമായി എന്നുള്ളതായിരിക്കുന്ന വലിയൊരു സന്തോഷമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. എനിക്കെന്നെ വലിയൊരു ഉപകാരം അദ്ദേഹം ചെയ്തു. കാരണം എനിക്ക് വേനലൊക്കെ വരുന്ന സമയത്ത്, മഴയില്ലാത്ത സമയത്ത് വലിയ പ്രതിസന്ധി വരുമ്പോൾ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് വരാറുണ്ട്. ശുദ്ധമായ ഇന്ധനത്തിനോടൊപ്പം കുടിവെള്ളം, സൗജന്യ എയർ, സൗജന്യ ഓയിൽ സർവീസ്, സൗജന്യ നൈട്രജൻ, ടോയ്ലറ്റ് സൗകര്യം തുടങ്ങിയ നിരവധി സേവനങ്ങൾ പമ്പിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ന് 200 രൂപയിൽ കൂടുതൽ ഇന്ധനം നിറച്ച ആദ്യ 500 കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വമ്പിച്ച ഓഫറുകളും നൽകി. മാനേജിംഗ് ഡയറക്ടറായ പരക്കാട് സ്വദേശി പുത്തൻവീട്ടിൽ ഉണ്ണികൃഷ്ണൻ, ഭാര്യ ബിന്ദു ഉണ്ണികൃഷ്ണൻ, മക്കളായ അമൽ ഉണ്ണികൃഷ്ണൻ, അഖിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരും മറ്റു കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മളുടെ PV പെട്രോൾ പാർക്ക് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. വാഴക്കോട് പ്ലാഴി റോട്ടിൽ നാട്യഞ്ചിറ തങ്ങൾപ്പടി എന്ന പ്രദേശത്ത് HP പെട്രോൾ പമ്പ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പെട്രോൾ പമ്പാണ് ഇന്ന് നമ്മളുടെ ആലത്തൂർ MP K രാധാകൃഷ്ണൻ അവർകൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഈ ഉദ്ഘാടന വേളയിൽ ഇന്നത്തെ ദിവസം കുറച്ച് ഓഫറുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നാളെ മുതൽ കാലത്ത് 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇപ്പോൾ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ 2000 രൂപയ്ക്ക് ഡീസലോ പെട്രോളോ അടിക്കുന്ന ഓരോ വാഹനങ്ങൾക്കും ഒരു ഫുൾ ബോട്ടിൽ വെള്ളം നമ്മൾ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റ് ഫെസിലിറ്റീസ്, ബാത്റൂം, എയർ, നൈട്രജൻ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്.
ഓയിൽ വാങ്ങിക്കുന്ന വ്യക്തികൾക്ക് ആ ഓയിൽ ഫ്രീ ആയി ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയാണ് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വരും കാലങ്ങളിലും ഞങ്ങൾക്കുണ്ടാവണം. എല്ലാവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. എത്രയാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. CCV ന്യൂസ് ചേലക്കര.